ഇതുപോലൊരു മുട്ടക്കറി തയ്യാറാക്കി നോക്കൂ. ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല കേട്ടോ നിങ്ങളിതിൻ്റെ ടേസ്റ്റ്. അത്രയും രുചിയിലാണ് നമ്മളിത് ഉണ്ടാക്കിയെടുക്കുന്നത്. ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടേൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയൊക്കെ നല്ല കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ചോറിനും നമുക്കിത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു മുട്ടക്കറി എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറി തയ്യാറാക്കാൻ ഞാനിതാ ഇവിടെ ഒരു ചട്ടിയാണ് കേട്ടോ അടുപ്പത്ത് വെച്ച് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അടികട്ടിയുള്ള ഏതൊരു പാത്രത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അയണിൻ്റെ പാത്രത്തിലൊക്കെ തയ്യാറാക്കുമ്പോഴും ചട്ടിയിലൊക്കെ തയ്യാറാക്കുമ്പോഴും. അതിലേക്ക് നമ്മളൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രുചിയാണ്. അപ്പോൾ വെളിച്ചെണ്ണ മാത്രം എടുത്തിട്ട് തയ്യാറാക്കാൻ നോക്കുക. ഇനി അതിലേക്ക് 2 വലിയ സവാള ചെറുതായി അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിലേക്ക് കുറച്ച് ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ സവാള പെട്ടെന്ന് വാടി കിട്ടും. അതുപോലെ സവാള അരിയുമ്പോൾ ഇതുപോലെ ചെറുതായി അരിയാൻ വേണ്ടിയിട്ടൊന്ന് പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കണേ. ഇനി നമുക്കൊരു ചെറിയ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇത് മൂടി വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇങ്ങനെ മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ നമുക്ക് സവാള പെട്ടെന്ന് തന്നെ ഒന്ന് വഴന്ന് കിട്ടുകയും ചെയ്യും. ഇത് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കരിഞ്ഞു പോകരുത് കേട്ടോ. ഫ്ലെയിമൊക്കെ നല്ലപോലെ കുറച്ച് വെക്കാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണേ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില എത്രത്തോളം ചേർത്ത് കൊടുക്കുന്നോ അത്രയും രുചിയാണ്. അപ്പോൾ കറിവേപ്പില ഒന്ന് ഞെരടിയിട്ടോ അല്ലെങ്കിൽ ഒന്ന് കീറിയിട്ടോ ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ ഇറങ്ങിയിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മസാലപ്പൊടികളാണ്. അപ്പോൾ മസാലപ്പൊടിയായിട്ട് ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഗരം മസാലയാണ്. അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിനുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുളക് പൊടിയൊക്കെ നിങ്ങളെ ഇഷ്ടത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത്. അത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു കളറ് കിട്ടും. അപ്പോൾ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റേ മുളക് പൊടിയാണെങ്കിൽ ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മളിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുരുമുളക് പൊടിക്ക് ചേർത്ത് കൊടുക്കുമ്പോൾ മുട്ടക്കറിക്ക് ഒരു പ്രത്യേക രുചിയാണ്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും ചേർക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു പൊടീൻ്റെയൊക്കെ പച്ചമണം മാറി വരുന്നവരെ നല്ല പോലെ വഴറ്റിയെടുക്കണം. അപ്പോൾ സാധാരണ നമ്മൾ മുട്ടക്കറിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ഒരു പച്ച ചുവ നിൽക്കാൻ സാധ്യതയുണ്ട്. മസാലപ്പൊടികളൊക്കെ നന്നായിട്ട് വാടാത്തതിൻ്റെ ആ ഒരു കാരണം കൊണ്ടാട്ടോ നമുക്ക് ആ ഒരു പച്ച ചുവ നിൽക്കുന്നത്. അപ്പോൾ നല്ലപോലെ വാട്ടിയെടുക്കുന്ന സമയത്ത് നമുക്ക് കുറച്ച് സാധനങ്ങൾ മിക്സിയിലൊന്ന് അരച്ചെടുക്കാനുണ്ട്. കുറച്ച് മല്ലിച്ചപ്പ് നമ്മൾ ചേർക്കുന്നുണ്ട്. അതുപോലെ ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് പുതിനയും ചേർക്കാം. അതുപോലെ 2-3 വെളുത്തുള്ളിയും ഒരു 2 പച്ചമുളകും ചേർത്തിട്ടുണ്ട്. അതുപോലെ കറിക്ക് നല്ലൊരു ടേസ്റ്റും നല്ല കൊഴുപ്പും കിട്ടാൻ കുറച്ച് അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുതിന ഒരുപാട് കൂടി പോകണ്ട കേട്ടോ. ഒരു 2 ഇതൾ എടുത്താൽ മതിയേ. പിന്നെ അതിലേക്ക് ഒരു ഇത്തിരി വെള്ളവും ചേർത്തിട്ട് നമുക്കിത് നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ആ ഒരു പൊടീൻ്റെയൊക്കെ പച്ചമണം മാറി നല്ലൊരു കളർ വന്നിട്ടുണ്ട് കേട്ടോ നമ്മളെ മസാലയ്ക്ക്. ഈ ഒരു സമയത്താണ് നമ്മളിതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാനൊരു വലിയ തക്കാളി തന്നെ ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളായി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി ചേർക്കുമ്പോൾ അധികം പുളിയില്ലാത്ത നല്ല പഴുത്ത തക്കാളി വേണം. അതുപോലെ നല്ല കളറുള്ള തക്കാളിയും വേണം കേട്ടോ നമ്മൾ നോക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് ഈ തക്കാളിയൊക്കെ നല്ല പേസ്റ്റ് പോലെ ഒന്ന് ഉടഞ്ഞു കിട്ടുന്നവരൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിതാവുന്നു മൂടി വെച്ചിട്ട് കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുക്കറിലൊക്കെ നമുക്ക് വിസിൽ വെച്ച് അടിച്ചു കഴിഞ്ഞാൽ നല്ല പെട്ടെന്ന് തന്നെ ആയി കിട്ടും. പക്ഷേങ്കിൽ ഇത്രയും ഇങ്ങനെ നമ്മൾ നല്ല പോലെ വഴറ്റിയെടുക്കുന്നതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇതുപോലെ ചട്ടിയിലോ അല്ലെങ്കിൽ ചീനച്ചട്ടിയിലോ ഒക്കെ നമ്മളിങ്ങനെ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇടയ്ക്ക് മൂടി തുറന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. ചിലപ്പോൾ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് തക്കാളിയൊക്കെ ഒന്ന് വെന്തിട്ട് കിട്ടിയില്ലെങ്കിൽ ഇതുപോലെ നല്ലോണം കയ്യിൽ വെച്ചിട്ടൊന്ന് ഉടച്ചു കൊടുക്കാം. അതിൻ്റെ ആ ഒരു എന്താ പറയുക ഗ്രേവിയൊക്കെ നല്ല പോലെ ഒന്ന് ഇറങ്ങി വരണം. ഈ ഒരു സമയത്ത് മസാലയൊക്കെ നല്ലപോലെ റെഡിയായി എന്ന് തോന്നുന്ന സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ നമ്മൾ മല്ലിച്ചപ്പ് ഇതൊക്കെ അരച്ച് വെച്ചിട്ടില്ലേ അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു മസാല എന്ന് പറയുന്നത് എന്ത് ടേസ്റ്റാണെന്ന് അറിയാം. നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ മല്ലിച്ചപ്പും പുതിനയും അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തായിരിക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ്. ഇതുവരെ എനിക്ക് തോന്നുന്നു ആരും ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്കിനി ആ ഒരു മിക്സിയിലും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലപോലെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. അതുപോലെ തന്നെ ഈ കറി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആദ്യം നമ്മൾ ഉള്ളിയൊക്കെ വാട്ടുന്നില്ലേ ആ ഒരു സമയത്തിന് മുന്നേ നമുക്ക് വേണമെങ്കിൽ പെരിഞ്ജീരകം ഉണ്ടെങ്കിൽ അതിലേക്കൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് പെരിഞ്ജീരക പൊടിയാണ് ഉള്ളതെങ്കിൽ പൊടി നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു മസാലയും അതിൻ്റെ ആ ഒരു പച്ചമണമൊന്ന് മാറ്റിയെടുക്കണം കേട്ടോ. ആ ഒരു അണ്ടിപ്പരിപ്പും നമ്മൾ പുതിനയൊക്കെ അരച്ചിട്ടില്ലേ അതിൻ്റെ ആ ഒരു പച്ച സ്മെല്ല് മാറിക്കിട്ടാനും നമ്മൾ ഇതുപോലെ നല്ലോണം തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് തിള വന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു സമയത്ത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ആ ഒരു പുളിയും എരിവും ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് കിട്ടാൻ വേണ്ടി ഒരു നുള്ള് പഞ്ചസാര കേട്ടോ. പഞ്ചസാര ഓപ്ഷണലാണ്, എന്നാലും ഇത് ചേർത്താൽ ഒരു പ്രത്യേക രുചിയാണ്. ഒരു എരിവിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു മധുരമൊക്കെ കിടക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യാം.
പിന്നെ നമ്മൾ ഈ ഒരു കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കസൂരി മേത്തി ഒന്ന് കയ്യിൽ വെച്ചിട്ട് ഒന്ന് റെഡിയിട്ടൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതും കൂടിയും ചേർത്താൽ എല്ലാം ആയി നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ടക്കറി തയ്യാറാക്കാം. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമ്മൾ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിലാന്ന് വെക്കേണ്ടത് പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമ്മളിതാ മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ട ഞാൻ ചെറിയ ചെറിയ പീസായിട്ട് ഇതുപോലെ വട്ടത്തിൽ കട്ട് ചെയ്തിട്ടാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇതുപോലെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഓരോ കഴിക്കുന്ന ഒരു ചപ്പാത്തിയൊക്കെ ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് ഓരോ കഷ്ണത്തിൻ്റെ കൂടെ ഓരോ കഷ്ണം മുട്ടയും കൂടിയും കഴിക്കുമ്പോൾ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ. അതുകൊണ്ടാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തത്. ഇപ്പോൾ നിങ്ങൾക്ക് മുട്ട മുഴുവനായിട്ട് വേണമെങ്കിൽ ചേർക്കാം, അല്ലെങ്കിൽ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാം, എങ്ങനെ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് ചേർക്കുമ്പോൾ ഇതിൻ്റെ മഞ്ഞ അതിലേക്ക് അടിഞ്ഞു പോകാതെ ഒന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. പിന്നെ അങ്ങ് കയ്യിലിട്ട് ഒരുപാട് ഇളക്കരുത്. അത് ചേർത്തതിന് ശേഷം നമുക്ക് മൂടി വെച്ചിട്ട് ചെറിയ ഫ്ലെയിമിലിട്ടിട്ട് ആ മുട്ടയിൽ ഈ മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ടാൻ വേണ്ടി ഒന്ന് കുക്ക് ചെയ്യാൻ മാത്രമേ പാടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പി ആട്ടോ. അപ്പോൾ ഇനി ലാസ്റ്റ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കൂടി ഒന്ന് അരിഞ്ഞതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ മുട്ടക്കറിയുടെ റെഡി ആയിട്ടുണ്ട്. ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്